പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ മുഖത്തേക്കുള്ള അഴിമ്പാറ അല്ലെങ്കിൽ പാലുണ്ണി അതൊന്ന് റിമൂവ് ചെയ്യാൻ നോക്കിയിട്ട് ചെയ്ത രീതി തെറ്റായതുകൊണ്ടായിരിക്കാം ഭയങ്കര രൂക്ഷമായിട്ട് സംഭവം മാറി. ഒരുപാടങ്ങ് സ്പ്രെഡായി, മുഖം ആകെ ഡാമേജായി. അത്തരത്തിലുള്ളൊരു വലിയൊരു പ്രശ്നം നേരിട്ട ഒരു ഫ്രണ്ട് എനിക്കുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട് ഉപയോഗിച്ച് പാക്ക് ചെയ്താന്നും അതിൻ്റെ ആ ഒരു ദോഷവശം എങ്ങനെയാണ് വന്നതെന്നും നിങ്ങളങ്ങനെ ആ സംഭവം ഉപയോഗിക്കാൻ ഇനി ഇടവരാതിരിക്കാനും നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉപയോഗിച്ചിട്ട് ഇതുപോലൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോയെന്നും നന്നായി വന്നിട്ടുണ്ടോയെന്നും നമ്മുടെ ഈ വീഡിയോ വഴി എല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും നിങ്ങൾ ഈ സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇത് നന്നായിട്ടാണ് വന്നത്, അല്ലെങ്കിൽ ഇത് മോശമാണെങ്കിൽ മോശമായിട്ട് തന്നെ വന്നതെന്ന്. അപ്പോൾ പുള്ളിക്കാരി ഇത് ചെയ്തത് വേറൊരാൾ പറഞ്ഞ് അങ്ങനെയാണ് കേട്ടോ. വെളുത്തുള്ളി, നമ്മുടെ പച്ച വെളുത്തുള്ളി ചതച്ചതിന് ശേഷം ഈ അരിമ്പാരമുള്ള ഭാഗത്ത് വെച്ചാൽ മതി, ഈ സംഭവം ഓട്ടോമാറ്റിക്കലി അടർന്നു പോയിക്കോളും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതവർ മുഖത്ത് ചെയ്യാമോ അല്ലെങ്കിൽ കണ്ണിൻ്റെ അടുത്ത് ചെയ്യാമോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എല്ലായിടത്തും ചെയ്യാൻ ഒരു പ്രശ്നമില്ല, ഇത് മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് മുഖത്തും കണ്ണിൻ്റെ ചുറ്റും കണ്ണിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഈ അരിമ്പാരം ഉണ്ടായിരുന്നു, അവിടെയൊക്കെ തേച്ചു. ഇത് ഭയങ്കര പ്രശ്നമായി, പൊള്ളിപ്പോയി ആ ഭാഗം. എന്ന് വെച്ചാൽ അരിമ്പാറ കൊഴിഞ്ഞു വീണില്ല, അത് ജസ്റ്റ് ഒന്ന് പൊട്ടി. അതിനുശേഷം ഇത് വല്ലാതെ ഇങ്ങനെ പൊള്ളി, നമുക്ക് പൊള്ളലെല്ലാം വന്നതിന് ശേഷം നമ്മുടെ തൊലിക്കൊരു ചുളിവ് വരില്ലേ, ആ രീതിയിലായിരുന്നു ആളുടെ മുഖം. അതുപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പൊട്ടിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പൊട്ടി, അതിനകത്തുനിന്ന് വന്ന ആ ഫ്ലൂയിഡ് മുഖത്ത് മുഴുവൻ ആയതിനു ശേഷം എല്ലാം സ്പ്രെഡായി. ആ നിന്ന ഓരോന്നിൻ്റെ അടുത്ത് പലത് വന്നു തുടങ്ങി. അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ. അതിനുശേഷം അവളത് ചെയ്തത് ഒരു ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു രീതിയാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതിങ്ങനെ സ്പ്രെഡായിരുന്നപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇത് കരിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറും, അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. പക്ഷേ കരിക്കലിന് ഒരു ചെറിയ പെയിൻ ഉള്ളതുകൊണ്ട് എങ്ങനെയാവും, പിന്നെ മുഖം വൃത്തികേടാവുമോ എന്നുള്ളൊരു ടെൻഷനിൽ അത് ചെയ്തില്ല. അങ്ങനെ ഒരു ഡോക്ടറെ പോയി കണ്ടപ്പോഴാണ് പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. എരിക്കിൻ്റെ കറ അത് നല്ലതാണ്, അത് നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. എരിക്കിൻ്റെ കറ സ്ഥിരമായിട്ട് നമ്മുടെ അരിമ്പാറുള്ളവർക്ക് തൊട്ടിട്ടാൽ മതി, ആ അരിമ്പാറ നന്നായിട്ടങ്ങ് കൊഴിഞ്ഞു പോയിക്കോളും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ ഈ സംഭവം കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ വേറെ 1-2 മാർഗ്ഗങ്ങൾ കൂടുതൽ നോക്കിക്കഴിഞ്ഞപ്പോൾ കിട്ടിയ ഏറ്റവും നല്ല ഒരു റെമഡി ആപ്പിൾ സിഡർ വിനെഗർ ഇല്ലേ, അത് ഒരു പഞ്ഞിയിൽ മുക്കി ഈ അരിമ്പാറയുള്ള ഭാഗം, അരിമ്പാറ അല്ലെങ്കിൽ പാലുണ്ണിയുള്ള ഭാഗത്ത് ഒരു 10 ദിവസം അടുപ്പിച്ച് അതുള്ള ഭാഗത്ത് മാത്രം തൊട്ടിട്ടാൽ മതി. പഞ്ഞി അല്ലെങ്കിൽ ബഡ്സ് ഇതിലേതെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് തൊട്ടിടാം കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ തൊട്ടിട്ടതിന് ശേഷം ഈ അരിമ്പാറ എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ. അതായത് ആ പാട് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ കണ്ണിലാവാതിരിക്കാൻ ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്കിങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളതും അത് പരിഹരിച്ചതുമായിട്ടുള്ള ഒരു മാർഗ്ഗം നമ്മുടെ മുന്നിൽ വന്നു. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ഈ ഒരു കാര്യം ആരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടോയെന്നൊന്ന് അറിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരിലേക്കും ഇതൊന്നും എത്തുമല്ലോ. ഇങ്ങനെ ഒരു സംഭവം ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ, പൊള്ളി പോവാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അത് തെറ്റാണല്ലോ, എല്ലാവർക്കും ഇത് നെഗറ്റീവായിട്ട് തന്നെ ആയിരിക്കുമല്ലോ വരാം. അപ്പോൾ അതെല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ മെത്തേഡ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ആയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം ഈ ഒരു കാര്യം എല്ലാവരിലേക്കും ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.